നമുക്ക് ചെറിയൊരു യാത്ര പോകാമല്ലേ? എന്നാൽ വെറുതെ ആവണ്ട, ഒന്ന് ഫുഡ് കഴിക്കാൻ പോയാലോ? അങ്ങനെ പോയി നിന്നത് ട്രിവാൻഡ്രത്തൊക്കെ കേട്ടോ. ട്രിവാൻഡ്രത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ സംസം ഹോട്ടലാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, പോയിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. നല്ല ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് വരാൻ വേണ്ടി ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മുടെ സ്റ്റാഫ് ബാബുവുണ്ട് നമ്മുടെ കൂടെ. ബാബുവിനെയും കൂടെ കൊണ്ടുപോയി എന്നാ പറയുന്നത്, ഒരു ഫ്രീ ടൈം കിട്ടിയപ്പം എല്ലാവരും നിന്ന് പുറത്താന്ന് വിചാരിച്ചു. അവിടെ പാർക്ക് ചെയ്യുന്നിടത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഹോട്ടലിൽ നല്ല തിരക്കായിരുന്നു. പാർക്കിങ്ങിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അവിടെയുള്ള ചേട്ടൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്പേസൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. എന്നുവെച്ചാൽ ഞങ്ങൾ പോയി ബ്രോഷറൊക്കെ നോക്കി. അപ്പോൾ ആർക്കും സെപ്പറേറ്റ്, എല്ലാവർക്കും ഒരുപോലത്തെ ഫുഡ് തന്നെ മതി എന്ന് വിചാരിച്ചു. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഭയങ്കര തിരക്കായിരുന്നു. വെച്ചാൽ വലിയ തിരക്കായിരുന്നു, ഒരുപാട് ആളുണ്ടായിരുന്നു. നമ്മുടെ ഫുഡ് കിട്ടാൻ ഒരു ഇച്ചിരി നേരം വൈകി. ആ വൈകിയ ടൈമിൽ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ബാബു UP-യിലുള്ള ആളാണ്. എന്നാലും മലയാളം പാട്ട് പാടാൻ ട്രൈ ചെയ്തതുകൊണ്ട് പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ചിരി വരാറുള്ളത് കാരണം എങ്കിലും ശ്രമിക്കാറുണ്ട്. നമുക്ക് ബാബുവിൻ്റെ പാട്ട് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ബാബു ഞാൻ പാട്ടൊക്കെ സെർച്ച് ചെയ്ത് നോക്കുവാണ്. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവന് തന്നെ നാണവും വരുന്നുണ്ട്. 1-2 ലൈൻസ്, ഒരുപാട് പാട്ടുകൾ പാടാൻ ശ്രമിക്കും. ചിലപ്പോൾ തമിഴ്, ചിലപ്പോൾ മലയാളം, തെലുങ്ക്, കന്നഡ, അങ്ങനെ എല്ലാ ഭാഷയിലും തനിക്ക് വലിയൊരു കഴിവുണ്ടെന്ന് തന്നെ ബാബു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് പറയുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് അല്ലേ നമുക്ക് എല്ലാവർക്കും സന്തോഷം. അപ്പോൾ അവനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാറാണുള്ളത്. അവനിടയ്ക്ക് പാടും. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ടൈമിലായിരിക്കും ബാബുവിൻ്റെ ഒരു പാട്ട് കേൾക്കുന്നത്. പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിച്ചു. അതുമല്ല അന്യഭാഷ, അതായത് അവരുടെ ഒരു സ്ലാങ്ങിൽ നിൽക്കുന്നവർ നമ്മൾ മലയാളം പറയുന്നത് കേൾക്കാൻ തന്നെ വേറൊരു രീതിയാണല്ലോ. അങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഫുഡൊക്കെ വന്നു. ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അന്ന് മോർണിംഗ് ഒന്നും വലിയായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡും കഴിച്ചിട്ട് ട്രിവാൻഡ്രം വരെ വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു ബീച്ച് കണ്ടുവച്ച് പോകുന്നതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ബാബു ഫസ്റ്റ് ടൈമായിരുന്നു ബീച്ചിലൊക്കെ വരുന്നത്. അങ്ങനെ ബീച്ചിലൊക്കെ ചുറ്റിക്കറങ്ങി നമ്മൾ പോയി. വീണ്ടും കാണാം.